ഹായ്, ഞാനിന്നേ അയല എങ്ങനെ ഉണക്കുന്നതെന്ന് കാണിച്ചു തരുവാണ്. പച്ച അയല വാങ്ങിച്ചിട്ട് നമ്മൾ കരിവാടാക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. ഞാനതിന് അയല വെട്ടുകയാണ് അറിയാം. എല്ലാവരും വിചാരിക്കുന്നതേ അയല വെട്ടിയിട്ട് ഉണക്കത്ത് കൊണ്ട് വെയിലത്തുകൊണ്ട് വെക്കുക. നല്ല ഇപ്പം ഞാൻ അയല വെട്ടാൻ പോവുകയാണ്, നോക്കിക്കോളൂ. ആദ്യം അയലയുടെ ഈ അകത്തെ മാത്രം എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ എളുപ്പമാണ്. എനിക്കിപ്പോൾ അത്രയും മതി. പിന്നെ എനിക്ക് കുറച്ച് പഴയതും കൂടെ, ഞാൻ അതും കൂടെ അങ്ങ് ഇതിനകത്ത് ചേർത്ത് ചെയ്യണം. ഇനി ഞാനിത് കഴുകിയിട്ട് വരാം. ഒത്തിരി ഒന്നും ഇട്ട് കഴുകണ്ട, നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇത് കഴുകുന്നതാണ്. ഇനിയും ചെയ്യാൻ പോന്നെ ഇത് നടുവേക്കണം. ഞാൻ കീറുകയാണ്, കൈ മുറിയാതെ പോലെ ഇങ്ങനെ വെക്കും. ഇങ്ങനെ കൈ മുറിയരുത്, സൂക്ഷിച്ചോണം. ഇങ്ങനെ ഇങ്ങനെ നടുവേക്കടെ ഇങ്ങനെ എടുക്കുക. ഇനി ഞാൻ ഉപ്പ് തേക്കാൻ പോവുകയാണ് കേട്ടോ. ഇങ്ങനെ
ഉപ്പെടുത്തു. അത് ഈ പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത്, ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ. ഉപ്പ് കുറച്ചുകൂടി ഇട്ടു. ഇത് കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണിക്കും. ഇനി ഇതിനകത്ത് ഓരോന്നിലും ഉപ്പിടുകയാണ്. ഞാൻ ഉപ്പ് വെച്ചിട്ടേ 3 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം കേട്ടോ. 3 ദിവസം. പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ തന്നെയല്ല, താഴെ തന്നെ വെക്കണം. ഞാൻ അന്ന് ഇതെടുത്തിട്ടൊരു വീഡിയോ അന്ന് ഇടും ഞാൻ. പിന്നെ ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. മായൊന്നും ചേരാത്ത ഉണക്കമീനാണ്. വെയിലത്തൊന്നും വെക്കണ്ട. 3 ദിവസം കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ഇനിയും കാണിക്കും. ഞാനിപ്പോൾ വെക്കാൻ പോവുകയാണ്. ഇത്രയും മതി. ഞാൻ അടക്കിയാണ്. ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോകും. എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ വെച്ചു. ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കും ഈ മീൻ എങ്ങനെ ഉണ്ടെന്നേ.